ഗൈസ്, ഞങ്ങളിന്ന് കക്കാടംപൊയിലേക്ക് പോവുകയാണ്. അപ്പം നേരം വെളുത്തപ്പോൾ തന്നെ പോവുക കേട്ടോ. മോളൂസ് ഉണ്ട്, ഞങ്ങളെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. ഓല് വൈമന്നൊക്കെ കയറി വരും. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് താമരശ്ശേരിക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ താമരശ്ശേരി എത്തിയാൽ സജനയും അമ്ലും കൊച്ചുമൊക്കെ അവിടുന്ന് ഞങ്ങളെ കൂടെ കൂടും. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഓലും വന്നതിന് ഞങ്ങൾക്ക് വേഗം ഓമശ്ശേരിക്കുള്ള ബസ് കിട്ടി. അപ്പോൾ ഇതാ ഞങ്ങൾ ഓമശ്ശേരി ബസ് സ്റ്റാൻഡിലെത്തിക്ക്. ഇനി നമുക്ക് തിരുവമ്പാടിക്കുള്ള ബസ് കയറണം. അതാ ഞങ്ങളുടെ ബസ് വന്നു. ഒരു ബസ് കയറിയപ്പോഴേക്കും തന്നെ അതാ അവർ രണ്ടാൾ ക്ഷീണിച്ചിട്ടുണ്ട്. ഒരു ട്രിപ്പിന് പോണ ഒരു മൂടും ഓല മുഖത്തൊന്നും കാണുന്നില്ല ക്ഷീണം കൊണ്ട്. അങ്ങനെ അതാ തിരുവമ്പാടി എത്തിയപ്പോൾ അവിടുന്ന് പസിയും മൂത്തമ്മയും ഓളെ മക്കളും എല്ലാവരും കൂടി നേരെ കക്കാടംപൊയിലേക്കുള്ള ബസ് കയറിക്ക്. അതാ ഞങ്ങളെ ഇവിടെയുള്ള രണ്ടാളും കൂടി കയറിക്ക്. ഞങ്ങളിതാ കക്കാടംപൊയിൽ ബസ് ഇറങ്ങിക്ക്. ഇനി അങ്ങോട്ട് എന്തെങ്കിലും വണ്ടി കിട്ടണം. ഞങ്ങള് കക്കാടംപൊയിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് വേണം അടുത്ത യാത്ര പോകാൻ. ഇനി നമുക്ക് ഇവിടുന്ന് 3 കിലോമീറ്റർ എങ്ങാനുണ്ട് കക്കാടംപൊയിൽ അല്ല പാർക്കിലേക്കല്ലേ. അപ്പോൾ അതാ ഞങ്ങൾ ഇവിടുന്ന് ചായ വാങ്ങി. എല്ലാവരും ചായ കുടിക്കുന്നുണ്ട്. പിന്നെ നല്ല ചൂടുള്ള ഉന്നക്കായ ഞാൻ വാങ്ങി. മോളൂസ് അമ്മ പഴംപൊരി. മോളൂസ് എന്താ വാങ്ങിയ? ബ്രെഡിൻ്റെ ഇത്. പസി പഴംപൊരി. ഇതാണ് ഞങ്ങൾക്ക് പോയുള്ള ഓട്ടോ. റിസു തലയിട്ട് നോക്കുന്നുണ്ട്. ഓട്ടോയിൽ കയറുന്നു. ഇതിലാരെങ്കിലും ഉണ്ടോ? കേറിയോടി കേറിയോടി. കാലൊന്നും കാണാനില്ല. അപ്പൊ ഞങ്ങളിതാ നമ്മളെ പാർക്കിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നിടത്ത് കുറച്ച് തിരക്കുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് കേട്ടോ. ഒരുപാട് കുന്നുകളും മലകളും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇതാ പാർക്കിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നേരെ പാർക്കിലേക്ക്. അപ്പം ഞങ്ങൾ പാർക്കിലാണ് തുടങ്ങാൻ പോവുക കേട്ടോ. റിസു ഒക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ അടുത്ത് തന്നെ ഇതുപോലെ ഒരു പാർക്ക് ഉണ്ടായിട്ടാട്ടോ. ഒരു പാർക്കിലും പോവാണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ കുത്തിരിക്കുന്ന ഇവിടെ വലിയൊരു പാർക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ സിപ്പ് ലൈനിൽ കയറാനാണ് പോണത്. ഇങ്ങനെ പോയിട്ട് അടുത്തും ഫസ്റ്റ് ഞങ്ങൾ ഇതിലാണ് കയറാൻ പോണേ. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഇവിടുത്തെ പാർക്ക് മൊത്തം കാണാൻ പറ്റും കേട്ടോ. ആദ്യം തന്നെ സജിനയും മോളൂസും കൂടി ഡബിൾ സൈക്കിളാണ് ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വെയിറ്റ് ഒരു 100 kg മുകളിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു രണ്ടാൾ ഇതിൽ കയറിയത്. അപ്പോൾ ഓള് നല്ല കൂളായിട്ട് പോകുന്നുണ്ട്. മോളൂസിന് യാതൊരു പേടിയും ഇല്ല കേട്ടോ. എനിക്കിത് കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. അപ്പം ഞാനും ഇവിടെ കയറാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ പോകുന്നു മോളൂസ് അതാ പോകുന്നു. ഞങ്ങൾ സിപ്പ് ലൈനൊക്കെ കഴിഞ്ഞ് വരികയാണ് ഗൈസ്. ഇവിടെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കുള്ള പാർക്കാണ്. അപ്പോൾ റിസ അപ്പുറത്തൂടെ കയറണം. അപ്പുറത്തൂടി അതാ വാ റിസു വാ വാ. എടാ റിസു എടാ വാ ഇലോടി വാ. അതിനിപ്പോൾ ഡിമാൻഡ് വാ. അതാ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് അവിടേക്കാണ് പോണത്. ഇത് പാർക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ സ്ഥലം ഉണ്ടോയെന്ന് അറിയില്ല, പോയി നോക്കാം. അങ്ങനെ അവിടുന്ന് എല്ലാവരും ബിരിയാണി കേട്ടോ വാങ്ങിയത്. ചിക്കൻ ബിരിയാണി അത് കഴിച്ച് വയറ് ഫുള്ളാക്കിയതിന് ശേഷം ഓരോ മാംഗോ ബാറും ചോക്കോ ബാറും കഴിച്ചു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ അടുത്ത റൈഡിലേക്ക് പോവുകയാണ്.
അങ്ങനെ ഞങ്ങൾ കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എല്ലാവരും കാർ ഓടിക്കാൻ വന്നിട്ട് ഇത് പിന്നെ അത്ര വലിയ സീനില്ലല്ലോ, കാർ ഓടിക്കാൻ അറിയില്ലെങ്കിൽ അങ്ങ് പോയിക്കോളല്ലോ. അത് കയറിയിട്ട് ഞങ്ങൾ ഇതിൽ കയറാനായി വന്നത്. പക്ഷെ അതിൽ ഫുള്ള് ആളതിനും കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നിയോണ്ട് ഞങ്ങൾ അടുത്തേക്ക് ഞങ്ങളിതാ കുറച്ച് പേടിക്കാൻ പോവുകയാണ്. ഇനി ഇതാ അതിൻ്റെ ഉള്ളിലേക്കാണ് പോണേ. ഇവിടുന്ന് കുറച്ച് പേടിച്ചിട്ട് വരാം. ഇനി ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പോകാം കേട്ടോ. അടുത്ത് അവിടെ നിറച്ച് ആൾക്കാരുണ്ട്, തിരക്ക. ഇനി ഞങ്ങൾ ഇതാ ഇതിലാണ് കയറാൻ പോണേ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏതിൽ കയറണം എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. എല്ലാം കൂടി കാണുമ്പോഴുള്ള ഒരു ആക്രാന്തല്ലേ അത്. നമ്മൾ അങ്ങോട്ട് പോകാം, അങ്ങോട്ട് അതിൻ്റെ മുകളിൽ. ഒരു ദിവസം രാവിലെ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് വൈകുന്നേരം 6:30 വരെ ഇവിടെ എൻജോയ് ചെയ്യാൻ മാത്രമുള്ള റൈഡുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് എത്ര പ്രാവശ്യമാണെങ്കിലും എല്ലാത്തിലും കയറിയിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ അതാ സ്വിമ്മിംഗ് പൂളിൽ ആൾക്കാർ കുറവാണ്. ഇവിടെ ഇപ്പോൾ തിരമാലകൾ ഇടാൻ പോകും, അപ്പോഴായിരിക്കും ഇവിടെ തിരക്കുണ്ടാകും കേട്ടോ. എല്ലാറ്റിലും എൻജോയ് ചെയ്യാനുള്ള ഓരോ ടൈമുണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈമിനനുസരിച്ച് ഓരോന്നിലും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് നമുക്ക് അവിടുന്ന് ഇൻസ്ട്രക്ഷൻ തരും കേട്ടോ. ഇവിടെ നമുക്ക് പാർക്കിൽ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിട്ട് ഇതിൽ കയറാൻ എനിക്ക് ടൈം കിട്ടിയില്ല കേട്ടോ. ഇതിൽ കയറാൻ പോയപ്പോൾ അവിടെ ഫുള്ള് തിരക്കായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ ഏകദേശം പാർക്കിൽ ഒരുവിധം എല്ലാ റൈഡിലും ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇനി ഫുള്ള് പോകുന്നത് വരെ ഈ സ്വിമ്മിംഗ് പൂളിൽ ചിലവഴിക്കാനാട്ടോ വിചാരിക്കുന്നത്. ഇവിടാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി കയറാനും തോന്നില്ല. നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഇവിടുന്ന്. അവസാനം ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരു 5:30 ആയപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. ഞങ്ങൾക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങളിതാ നടന്ന് വരികയാണ്. ഒരു വെള്ളച്ചാട്ടമല്ല ഇനി എഴോ കോയിപ്പാറ. ഹലോ ഗായ്സ്, അവിടെ കുറേ ആൾക്കാർ നടന്നു പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതാ അതിൻ്റെ മുകളിലേക്ക് ഇപ്പം ഞങ്ങൾക്ക് പോകാൻ സമയമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പോവുകയും കാണാൻ പറ്റുന്നുണ്ടോ അറിയൂല. അതാ അവിടെ കുറേ ആൾക്കാർ ലൈനായിട്ട് പോകണം. അടുത്ത ദിവസം നമുക്ക് അങ്ങോട്ടാക്കാം യാത്ര. ഞങ്ങളെ ബസ് ഇതാ വരുന്ന, ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ നാട്ടിലേക്ക് പോവുകയാണ്. എന്നാ ഞങ്ങൾ പോട്ടെ, വീഡിയോ പോട്ടെ, ടാറ്റ. ഞങ്ങളിതാ ചുങ്കത്ത് ബസ് ഇറങ്ങി. ഇനി സജിന ഓളെ വയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കും പോകുന്നതായിരിക്കും. ശരി.